ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോവയ്ക്ക ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ഇതിലോട്ടിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യാനുസരണം നമുക്ക് പച്ചമുളകിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അന്നേരം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 പിടി കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് കോവയ്ക്കയോടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.